ഇനിയിപ്പോൾ മുടിമ കുത്തി മുടിപ്പിൻ്റെ ബണ്ണ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് ബാഗിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് ഒഴിവാക്കുന്ന കാഴ്ചയുണ്ട് നിങ്ങൾ കാണുന്നത്. ഈ കാണുന്ന ബണ്ണില്ലേ അതിങ്ങനെ മുടിയിൽ കെട്ടി ബാക്കിലേക്ക് കെട്ടി വെച്ചാണ് അവൾ പോവാറുള്ളത്. അവളുടെ യൂണിഫോമൊക്കെ ഇടുമ്പോൾ കാണാറില്ലേ നിങ്ങൾ ബാക്കിൽ ഇങ്ങനെ മുടി ഇങ്ങനെ കെട്ടിപ്പോകുന്നത്. അപ്പോൾ ഇത്രയും കുറച്ചും കൂടി മുടി തോന്നിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബണ്ണൊക്കെ വെച്ച് കെട്ടാറ് മതി. ഇപ്പോൾ കണ്ട മുടി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നലെ അവർ അവിടെ നിന്ന് കുളിപ്പിച്ച് ഷാമ്പൊക്കെ തേച്ച് നല്ല അടിപൊളിയാക്കി വെട്ടി വന്നപ്പോൾ ഒരുപാടുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുളിയൊക്കെ കുളിച്ചപ്പോക്കിന് ഒന്നായിട്ട് അങ്ങോട്ട് പോയിട്ട് അത് ഇച്ചിരി കാണാനേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ എന്നോട് പറഞ്ഞു ആ ബണ്ണൊക്കെ എടുത്ത് വെക്കുക, ഇനി മുടി വളരുമ്പോൾ നമുക്ക് കെട്ടാവൊക്കെ നല്ല രീതിയിൽ എടുത്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കവറിലൊക്കെ ഇട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഞാനത് എടുത്ത് വെച്ചു. പിന്നെ വേഗം പോയിട്ട് അവൾക്ക് നല്ലൊരു പാൽച്ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഹസ്ബൻഡിന് പിന്നെ കട്ടൻ കാപ്പി മതിയാണ്. മുപ്പരക്ക് കട്ടൻ കാപ്പി എടുത്ത് ഞാനൊരു കോപ്പയൊക്കെ വെള്ളം കുടിച്ചിങ്ങനെ അവൾ റെഡി ആവണത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ പോകുമ്പോൾ എൻ്റെക്കാളും ടെൻഷൻ എൻ്റെ ഹസ്ബൻഡിനാട്ടോ. കാരണം മൂപ്പര് അത് പുറത്ത് പറയില്ല, മക്കളോടൊന്നും പറയില്ല കേട്ടോ. പക്ഷേ എനിക്കറിയാം നല്ല ടെൻഷനാണ്. നീന് പോകും മക്കളിങ്ങനെ ഓരോരുത്തർ പോകുമ്പോൾ പറയും വീട് ഒഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് എപ്പോഴും എന്നോട് ഇങ്ങനെ പറയും കേട്ടോ. പക്ഷേ മക്കളോട് അതൊന്നും പറയില്ല, ഒക്കെ ഉള്ളിലാണ്. അങ്ങനെ ഞാനിത് അവളുടെ റെഡി ആവലൊക്കെ കഴിഞ്ഞിട്ട് മേക്കപ്പ് സാധനങ്ങളൊക്കെ അങ്ങോട്ട് തന്നെ തിരിച്ച് കൊണ്ടുപോകണമല്ലോ. ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ടും കൊണ്ടുവരണം, അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ടും കൊണ്ടുപോകണം. അപ്പോൾ അതൊക്കെ ഒന്ന് ബാഗിൽ പാക്ക് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ബാഗ് സിബിട്ടപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്ന് ചെറുതായിട്ടൊന്ന് കുടുങ്ങി. പിന്നെ കുറേ നേരം ഇങ്ങനെ കളിച്ച് നിന്നപ്പോൾ അങ്ങനെ ആയിട്ട് റെഡി ആയിട്ട് അങ്ങനെ എല്ലാം കൂടി പാക്ക് ചെയ്ത് പിന്നെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ടായിരുന്നു. മുണ്ട് തോർത്തുമുണ്ട് അങ്ങനെയൊക്കെ അതൊക്കെ പാക്ക് ചെയ്ത് ഇതാ മുന്നിൽ കൊണ്ടേ വെച്ചിട്ടുണ്ട്. പോകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുക്കാഞ്ഞാൽ പിന്നെ അവരവിടെ പോയിട്ട് ഇടങ്ങാറാവില്ലേ. അങ്ങനെ അവളുടെ ഇന്നലെ തയ്ക്കാൻ കൊടുത്ത് ഇന്നലെ വൈകുന്നേരം തന്നെ കിട്ടിയ ഷർട്ടാട്ടോ ഇട്ടത്. ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് അലക്കി തേച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ചൊരു ലൂസ് ഉണ്ടായിരുന്നു. അവൾക്ക് അങ്ങനെ ഇഷ്ടമായില്ല കേട്ടോ. അവൾ പറഞ്ഞു ഇമ്മച്ചി അടിച്ചതിൻ്റെ ഷർട്ട് എനിക്ക് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്നാമത് എനിക്ക് ഹാഫ് കൈ തയ്ക്കാൻ അറിയുള്ളൂ, ഫുൾ കൈ അറിയാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ തന്നെ തയ്ക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു ലൂസ് ഉണ്ടായതുകൊണ്ട് അവൾക്കൊരു എന്തോ പോലെയൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ബട്ടൺസൊക്കെ കയ്യിലുള്ള ബട്ടൺസൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ മാല ബാക്കിക്ക് ഞാൻ തന്നെ കെട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു അവിടുന്ന് ഈ എന്താ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ അവിടുന്ന് ഇമ്മച്ചി ഉണ്ടല്ലോ, അവിടുന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എന്നൊക്കെ പറയണുണ്ട്. ഉമ്മച്ചി ഉണ്ടാകുമ്പോൾ ഉമ്മച്ചി എന്നെ കെട്ടി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ എനിക്ക് ഈ മുടി കണ്ടപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ വാർന്നെടുക്കാൻ ഭയങ്കര ഒരു കൊതിയിട്ട്. പണ്ട് ചെറുപ്പത്തിൽ സ്കൂൾക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇച്ചിരി മുടി ഇങ്ങനെ വാർന്നെടുത്ത് ആ ഒരു കാര്യമൊക്കെ ഇങ്ങനെ ഓർമ്മ വരുമല്ലോ നമുക്ക്. നല്ല രസമുണ്ട് അങ്ങനെ ഇങ്ങനെ വാരാനായിട്ട്. അല്ലെങ്കിൽ ഓളം മുടി നല്ലൊരു എന്താ പറയുക നീളം മുടി കേട്ടോ. ഇവിടുത്തെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മാൻ്റെ മുടിയാണ് അവൾക്ക് കിട്ടിയത്. നീനുനും നല്ല ഇതുമൂന്നും മോളൂനും എന്താ പറയുക എൻ്റെ മുടി കേട്ടോ. അങ്ങനെ കുറച്ചൊരു ചുരുളുള്ള മുടിയാണ് കിട്ടിയത്. അവർക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ മകൻ നല്ല വലിയ നീളത്തിലുള്ള മുടി ഉണ്ടായിരുന്നു കേട്ടോ. മരിക്കണ വരെ നല്ല മുടിയും നരക്കാത്ത മുടിയൊക്കെ ആയിരുന്നു. ആ മുടിയായിട്ട് നീനോട് കിട്ടിയത്. ഏതായാലും അവളിതാ ഇറങ്ങി. ഇനിയിപ്പം അടുത്ത ബുധനാഴ്ച വരും. അതുവരെ നമുക്കിങ്ങനെ കാത്ത് നിൽക്കാം. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം.